തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസന കാര്യത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുകയാണെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. താൻ എംപി ആയിരിക്കെയാണ് നവീന സൗകര്യങ്ങളോടെ വിമാനത്താവളത്തിന്റെ മാതൃകയിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് എന്നും പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി 26-ന് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചതാണെന്നും പ്രതാപൻ പറഞ്ഞു. ഇതേ പദ്ധതിയാണ് സുരേഷ് ഗോപി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. പ്രധാനമന്ത്രി ഒരിക്കൽ ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതി വീണ്ടും പ്രധാനമന്ത്രിയുടെ അനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണെന്ന സുരേഷ് ഗോപിയുടെ അവകാശവാദം പദ്ധതിയുടെ പിതൃത്വം നഷ്ടമാകുമോ എന്ന ആശങ്ക മൂലമാണ്. ക്രെഡിറ്റ് അടിക്കലല്ല പൊതുപ്രവർത്തനം എന്ന് സുരേഷ് ഗോപി തിരിച്ചറിയണം. താൻ എംപി ആയിരിക്കെ തുടക്കമിട്ടതിൽ നിന്നും വ്യത്യസ്തമായി കാതലായ എന്തു മാറ്റമാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കാൻ സുരേഷ് ഗോപി തയ്യാറാകണമെന്നും പ്രതാപൻ ആവശ്യപ്പെട്ടു. താൻ സമർപ്പിച്ച 50 കോടിയുടെ വടക്കുന്നാഥ മൈതാനത്തിന്റെ നവീകരണവും 4 കോടിയുടെ ദേവസ്വം ഓഫീസ് ബിൽഡിംഗിന്റെ നവീകരണവും 5 കോടിയുടെ കൂത്തമ്പലത്തിന്റെ നവീകരണത്തിന്റെ അവകാശവാദവുമായി സുരേഷ് ഗോപി വരാൻ സാധ്യതയുണ്ടെന്നും ടി.എൻ. പ്രതാപൻ പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എട്ടുകാലി മമ്മൂഞ്ഞ് ചമയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന പ്രസിദ്ധമായ കഥാപാത്രത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് സുരേഷ് ഗോപിയുടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലെ അവകാശവാദങ്ങൾ. കഴിഞ്ഞ ഫെബ്രുവരി മാസം 26-ാം തീയതി പ്രധാനമന്ത്രി ഓൺലൈൻ വഴി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചതാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വികസനം. അന്താരാഷ്ട്ര റെയിൽവേ സ്റ്റേഷനായി പ്രഖ്യാപിച്ചു. അതിനാവശ്യമായ ഡ്രോയിങ് ഉണ്ടാക്കി, എസ്റ്റിമേറ്റ് ഉണ്ടാക്കി, റെയിൽവേ വികസന കോർപ്പറേഷൻ തന്നെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. അതിനുശേഷം പ്രധാനമന്ത്രി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ പ്രധാനമന്ത്രിക്ക് വീണ്ടും പദ്ധതി സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുന്നത് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രിയെ പോലും അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഇതിന് പുറമെ ഇനിയും ഒരുപക്ഷെ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പുതിയ കഥാപാത്രം വീണ്ടും വരാനിടയുണ്ട്. ഇത് മാധ്യമങ്ങൾ തന്ന തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ തേക്കിൻകാട് മൈതാനവും വടക്കുന്നാഥൻ ക്ഷേത്രത്തിന്റെ ഓഫീസ് നിൽക്കുന്ന മ്യൂസിയം പ്രപ്പോസലും അതേപോലെ തന്നെ കൂത്തമ്പലവും. ഇതിന് തേക്കിൻകാട് മൈതാനത്തിന് വേണ്ടി 50 കോടി രൂപയുടെ പ്രോജക്റ്റാണ് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മുഖാന്തരം സമർപ്പിച്ചത്. ഇത് പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തതാണ്. പുരാവസ്തു വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനവും നടത്തിയതാണ്. തൃശ്ശൂർ രാമനിലയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗവും ചേർന്നതാണ്. 50 കോടി രൂപയുടെ പ്രോജക്റ്റ് ഞാൻ തന്നെ ഡൽഹിയിൽ കൊണ്ടുപോയി തൃശ്ശൂരിലെ ആർക്കിടെക്റ്റായ വിനോദിനെ കൊണ്ട് തയ്യാറാക്കിയത് കൊണ്ടുകൊടുത്തണം. അതിന്റെ പകർപ്പ് ഞാനിപ്പോൾ തൃശ്ശൂരിലെ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വളരെ വൈകാതെ ഇതിന്റെ അവകാശവാദവുമായി വീണ്ടും വരും. ന്യൂസ് ഡെസ്ക് TCV.